ഇനി ഒരു നഷ്ടപ്പെട്ട ബാഗ് തിരികെ കിട്ടിയതിൻ്റെ ഒരു വാർത്തയിലേക്കാണ്. 10 ദിവസം മുൻപ് നഷ്ടപ്പെട്ട ഒരു ബാഗ് ഉടമയ്ക്ക് തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം. അതിൽ 1 ലക്ഷം രൂപയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആലോചിക്കാം എത്രത്തോളം സന്തോഷം ആ വ്യക്തിക്കായി കാണുന്ന. എങ്ങനെയാണ് ബാഗ് തിരിച്ചു കിട്ടിയതെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. കൊയിലാണ്ടിയിലുള്ള അരങ്ങാടത്ത് ഈ കാണുന്ന CM70s ഹോട്ടലിന് മുന്നിൽ ഇവിടെ കിടന്ന് ഇവിടെ ഇതിൻ്റെ മുതലാളി കൂടിയായ റമീസിന് ഒരു ബാഗ് കളഞ്ഞു കിട്ടി. അദ്ദേഹം അത് കൃത്യമായി ഉടമയെ ഏൽപ്പിക്കുകയായിരുന്നു. എങ്ങനെയാണ് ഇവിടെ കിടന്ന ആ ബാഗ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്? ഇവിടെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ സൈഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആരും എടുക്കാത്ത കണ്ടപ്പോൾ ഇന്നലെ ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട് ഷിപ്പ്. അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ ആദ്യം കുറച്ച് ക്യാഷ് കണ്ടു. പിന്നെ ഒരു 500 2 കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാര്യമായിട്ട് പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു, ലൈസൻസിൽ പേരും ഇതുണ്ടായിരുന്നു. പിന്നെ അതിൽ അടിയിലൊരു വിസിറ്റിംഗ് കാർഡ് കിട്ടി. ആ വിസിറ്റിംഗ് കാർഡ് നോക്കുമ്പോൾ സെയിം നെയിം ആയപ്പോൾ അവർ പിടിച്ചു നോക്കി. അപ്പോൾ അവർ പറഞ്ഞു 10 ദിവസമായിട്ട് മിസ്സായിട്ടാണ് ഒരു കൊണ്ടോട്ടി സ്റ്റേഷനിൽ ആട്ടോ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ നേരെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ബാഗ് മിസ്സായിട്ട് 10 ദിവസമായി. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെയാണോ? അല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും എടുക്കാത്തത് കാരണം അത് ഒരു ബാഗാണല്ലോ. പിന്നെ അതിൽ ക്ലോത്ത് ആയിരുന്നു മുകളിലുണ്ടായിരുന്നു. അടിയിലേക്ക് തപ്പിയപ്പോഴാണ് അതിൽ ക്യാഷും ഇതൊക്കെ ഉണ്ടായിരുന്നു കണ്ടത്. അപ്പോൾ ആദ്യ ദിവസം തന്നെ ബാഗ് ഇവിടെ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതിൽ അവിടെ വെച്ചതായിരുന്നു. പിന്നെ ഇന്നലെ ഒന്നുകൂടി നോക്കിയപ്പോൾ ക്യാഷ് മൊത്തം കണ്ടപ്പോൾ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ആരെങ്കിലും കൊണ്ടുവച്ചതായിരിക്കും പെട്ടെന്ന് എന്നുള്ളതില്ലായിരുന്നു. ഞങ്ങൾ ഉച്ചക്കാണ് തുറക്കുക, അവിടെ 1 മണിക്കാണ് ഷോപ്പ് തുറക്കുക. അപ്പോൾ ആരെങ്കിലും വെച്ചും തൽക്കാലം ഇങ്ങോട്ട് പോയതായിരിക്കും എന്നുള്ളതിലായിരുന്നു നിന്നത്. പിന്നെ ഇത് കണ്ടപ്പോൾ ഉടൻ തന്നെ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു. തുറന്നു നോക്കിയപ്പോൾ ആദ്യം കണ്ടത് തുണികളായിരുന്നു, അവരുടെ ഡ്രസ്സാണ്. പിന്നെ കുറച്ച് പൈസയും ചില്ലറ പൈസ. പിന്നെ അടിയിലേക്ക് നോക്കിയപ്പോൾ 500 2 കെട്ടുണ്ടായിരുന്നത്. വന്ന ആളുകളോടൊക്കെ, കടകളിൽ വരുന്ന അല്ലെങ്കിൽ സമീപത്തുള്ള ആളുകളോടൊക്കെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു ബാഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഉള്ള എല്ലാവരോടും അറിയാം. ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അഥവാ എന്തെങ്കിലും പറ്റിയോന്ന് അറിയില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ. CCTV നോക്കിയിരുന്നു? നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ആരെയും കണ്ടില്ല. ഇത് സംഭവം അവർ യാത്രയിൽ തെറിച്ചു പോയതാണ്, അവരെ വണ്ടിയും തെറിച്ച് വീണതാണ്. ടൂ വീലറിൽ വഴി കൂടെ പോവായിരുന്നു. ടൂ വീലറല്ല, ഒരു ആപ്പയിൽ ബാക്കിലായിരുന്നു ബാഗ് ഉണ്ടായിരുന്നു. അവരെ സാധനങ്ങളുണ്ട്. അവർ സ്ക്രാപ്പിന്റെ പരിപാടിയുള്ള ആൾക്കാരാണ്. വളരെ സന്തോഷമായി. അയാളെന്തോ ലോൺ എടുത്ത പൈസയാന്നൊക്കെ പറഞ്ഞു. അയാൾ പോയി എന്ന് വിചാരിച്ചാൽ അത്രയും ദിവസമായില്ലേ, നീ കിട്ടൂലെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അയാൾക്ക് ഭയങ്കര ഒരു ലക്കിയുള്ള ആളാണ് സംഭവം. മാതൃഭൂമി പ്രാർത്ഥിച്ചു. ഇദ്ദേഹമാണ് തിരിച്ചേൽപ്പിച്ചത്. ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? ഉടമസ്ഥന്റെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. അത് നമുക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതിലും കൂടുതൽ ചിലവാകുക ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഇതിനു മുമ്പ് ഇവിടുന്ന് ഒരു ഏകദേശം 1.5 പവൻ ചെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉടമസ്ഥനെ അന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാദസരം വീണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിൽ തന്നെ. 10 ദിവസത്തോളം ഈ കടയുടെ മുന്നിൽ കിടന്നൊരു ബാഗ് അത് 11ാമത്തെ ദിവസം അത് ഉടമസ്ഥന്റെ കയ്യിൽ തന്നെ ഏതായാലും റമീസ് ഏൽപ്പിച്ചിട്ടുണ്ട്. മനോജ് പയ്യന്നൂരിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. എനിക്ക് അർഹതപ്പെടാത്തതൊന്നും എൻ്റെ കൈവശം ഇരിക്കേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് റമീസ്. കൂടുതൽ വിശേഷം പറയാൻ അഞ്ജന സുകുമാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജന, ഇദ്ദേഹം ആ ബാഗ് നഷ്ടപ്പെട്ടയാൾ ലോൺ എടുത്ത പണമാണ്. 1 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോഴാണല്ലോ ലോൺ എടുക്കുന്നത്. അപ്പോൾ ആ പണം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വിഷമം, ആശങ്കയൊക്കെ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാകും. 10 ദിവസം എന്ന് പറയുമ്പോൾ പോയി നഷ്ടമായി എന്ന് തന്നെ വിചാരിച്ചു കാണും. ആ സമയത്ത് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നു, പണം തിരികെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ് അല്ലേ അഞ്ജന? ഇക്കഴിഞ്ഞ 18-ാം തീയതി കൊണ്ടോട്ടി സ്വദേശിയായ അഷ്റഫ്, അദ്ദേഹം പെരുമണ്ണയിൽ നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു. ഒപ്പം ഒരു ബാഗ് ഉണ്ടായിരുന്നു. ബാഗിൽ കുറച്ച് വസ്ത്രങ്ങളും 1 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണമടങ്ങിയ ബാഗുമായിട്ടായിരുന്നു പെരിന്തൽമണ്ണയിൽ നിന്ന് കണ്ണൂരിലേക്ക് അഷ്റഫ് യാത്ര ചെയ്തിരുന്നത്. വഴിമധ്യേ ഈ ബാഗ് നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അദ്ദേഹം അതറിഞ്ഞില്ല. കണ്ണൂർ എത്തിയതിനു ശേഷം വണ്ടിയിൽ പരിശോധിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം മനസ്സിലാക്കിയത് പണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ടിരുന്നു എന്ന്. ഇടയ്ക്ക് കൊയിലാണ്ടിയിൽ ഒരു പള്ളിയിൽ കയറി അദ്ദേഹം നിസ്കരിച്ചിരുന്നു, രാവിലെ ഒരു 6 മണി 7 മണി സമയത്ത്. അപ്പോൾ ആയിരിക്കണം ഈ ബാഗ് നഷ്ടപ്പെട്ടതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഉടൻ തന്നെ കൊയിലാണ്ടിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പണം പോയതറിഞ്ഞ് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി കരുതിയിരുന്ന പണമായിരുന്നു, അത് ലോൺ കൂടി എടുത്ത പണമായിരുന്നു. അപ്പോൾ വല്ലാതെ വിഷമിച്ചു പോയി. എവിടെ പോയി എന്നറിയാതെ അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പക്ഷേ ദിവസങ്ങൾ നീണ്ടുപോയിട്ടും പണത്തെക്കുറിച്ച് അറിവൊന്നും ഉണ്ടായിരുന്നില്ല. കൊണ്ടോട്ടി പോലീസ് ഏതായാലും ഊർജിതമായി തന്നെ അന്വേഷണം നടത്തിയിരുന്നു ഈ ബാഗും പണവും കണ്ടെത്താൻ. പക്ഷേ രക്ഷയൊന്നും ഉണ്ടായില്ല. ഏതായാലും 10 ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് 11-ാം തീയതിയാണ് ആ പണത്തെപ്പറ്റി ഒരു വിവരം ലഭിക്കുന്നത്. അതും ഇങ്ങ് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നും.
കൊയിലാണ്ടിയിലുള്ള CM70s എന്ന ഹോട്ടലിന്റെ ഉടമ റമീസിന് ആണ് ആ ബാഗ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ കടയ്ക്ക് മുന്നിലായിരുന്നു ഈ ബാഗ് വന്ന് വീണത്. അദ്ദേഹം ഈ വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വണ്ടിയിൽ നിന്നും ഈ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിന് മുന്നിലേക്ക് ഈ ബാഗ് വന്ന് വീഴുകയായിരുന്നു എന്നുള്ളതാണ് റമീസ് പറയുന്നത്. ഏതായാലും പക്ഷേ ആ ബാഗ് ആ കടയ്ക്ക് മുന്നിൽ 10 ദിവസം കിടന്നു. പക്ഷേ ആ ദിവസങ്ങളിലൊന്നും റമീസ് അത് തുറന്നു നോക്കിയിരുന്നില്ല. ആരെങ്കിലും ഹോട്ടലിന് മുന്നിൽ മറന്നു വെച്ച് പോയതായിരിക്കാം, ഉടമ വന്ന് എടുത്തുകൊള്ളുമായിരിക്കും എന്നുള്ള വിചാരത്തിലായിരുന്നു റമീസ് അന്നേരം ഇരുന്നിരുന്നത്. പക്ഷേ പലപ്പോഴും അതിലൂടെ നടന്നു പോവുകയായിരുന്ന യാത്രക്കാരൊക്കെ ആ ബാഗ് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യം കണ്ടത് വസ്ത്രങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബാഗ് കണ്ടവരൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പക്ഷെ 10 ദിവസം ആ ബാഗ് അവിടെ തന്നെ തുടർന്നപ്പോൾ ഈ 10ാമത്തെ ദിവസം റമീസ് ആ ബാഗ് തുറന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് വസ്ത്രങ്ങളൊക്കെ കണ്ടു. പക്ഷെ വസ്ത്രത്തിനടിയിലായി ഈ പണം കരുതി വെച്ചിരുന്നത് റമീസ് കണ്ടെത്തി. അത് ഇങ്ങനെ കെട്ടുകെട്ടുകളായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. 1 ലക്ഷം രൂപയുണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ റമീസ് ആകെ പരിഭ്രമിച്ചു പോയി. ഇത് എന്ത് ചെയ്യും, ആരുടെയാണ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പക്ഷെ പിന്നീട് വീണ്ടും ബാഗ് ഒന്ന് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നൊരു ലൈസൻസ് കിട്ടി. ആ ലൈസൻസിൽ ഉടമയുടെ പേരും അഡ്രസ്സും നമ്പറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉടൻ തന്നെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അഷ്റഫ് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഏതായാലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ആ ബാഗ് ഏൽപ്പിച്ചാൽ മതിയെന്ന് റമീസിനോട് പറഞ്ഞു. അപ്പോൾ റമീസ് ഉടൻ തന്നെ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഈ ബാഗ് ഏൽപ്പിക്കുകയായിരുന്നു. പോലീസിന് പോലും അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഈ പണം വീണ്ടെടുത്ത് അഷ്റഫിന് തിരികെ നൽകാൻ പറ്റുമെന്നുള്ളത്. ഒരു 5 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ എന്തായാലും റമീസിന്റെ ഇടപെടലിലൂടെ കൃത്യമായിട്ട് ആ പണം ഉടമയ്ക്ക് തിരിച്ചു കിട്ടി എന്നതാണല്ലേ. എന്തായാലും റമീസിന് വലിയൊരു കയ്യടി. ഒപ്പം അഷ്റഫിനോട് പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരി.